ഓം ഗം ഗണപതേ നമഃ. ഓം ശിവസുതഗജരൂപം രക്തവർണം സുനേത്രം അഭയവരദഹസ്തം പാശമേശാങ്കുശാദ്യം അമൃതമയശരീരം സർവയജ്ഞോപവീതം ഗണപതി ഗണനാഥം പാദപത്മം നമാമി. യാ കുന്ദേന്ദുതുഷാരഹാരധവളാ യാ ശുഭ്രവസ്ത്രാവൃതാ യാ വീണാവരദണ്ഡമണ്ഡിതകരാ യാ ശ്വേതപദ്മാസനാ യാ ബ്രഹ്മാച്യുതശങ്കരപ്രഭൃതിഭിർദേവൈः സദാ പൂജിതാ സാ മാം പാതു സരസ്വതീ ഭഗവതി നിശ്ശേഷജാഢ്യാപഃ. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വരഃ ഗുരുസാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം നമഃ പ്രണവാർദ്ധായ ശുദ്ധജ്ഞാനൈകമൂർത്തയേ നിർമ്മലായ പ്രശാന്തായ ദക്ഷിണാമൂർത്തയേ നമഃ. ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗഭധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവഭയഹരം സർവലോകൈകനാഥം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീത നമസ്കാരം. എല്ലാവർക്കും സുസ്വാഗതം. നമ്മൾ 6 ദശകം വരെ പറഞ്ഞു കഴിഞ്ഞു. 6ാമത്തെ ദശകത്തിൽ ഭഗവാന്റെ വിരാട് സ്വരൂപ വർണ്ണനമായിരുന്നു. അത് എല്ലാവരുടെയും മനസ്സിൽ കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്കിനി 7ാമത്തെ ദശകത്തിലേക്ക് നീങ്ങാം. 6ാമത്തെ ദശകത്തിൽ ഭഗവാന്റെ രൂപം വർണ്ണിച്ചത് 1ാമത്തെ ഉള്ളംകാലിനെ പാതാളമെന്ന് പറയുന്നു, പുറംകാലിനെ രസാതലമെന്ന് പറഞ്ഞു, കാലിൻ്റെ നെരിയാണികളെ മഹാതലമെന്ന് പറഞ്ഞു. ഇത് 1ാമത്തെ ശ്ലോകമായിരുന്നു. 2ാമത്തെ ശ്ലോകത്തിൽ ഭഗവാന്റെ കണങ്കാലുകളെ തലാതലമെന്ന് പറഞ്ഞു, കാൽമുട്ടുകൾ സുതലമെന്നും 2 തുടകൾ വിതലമെന്നും അതലമെന്നും പറഞ്ഞു, അരക്കെട്ടിനെ ഭൂലോകമാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നാഭിപ്രദേശം ആകാശമാകുന്നു, മാറിടം അല്ലെങ്കിൽ വക്ഷസ് സ്വർഗമാണെന്നും പറഞ്ഞു. 3ാം ശ്ലോകത്തിലേക്ക് കടന്നപ്പോൾ കഴുത്ത് മഹർലോകമാണ് അല്ലേ, മുഖം ജനലോകം, നെറ്റിത്തടം തപോലോകം, ശിരസ് സത്യലോകം. അതാണ് പ്രധാനപ്പെട്ട, അതെല്ലാവരും ഒന്ന് പ്രത്യേകം ഓർത്ത് വെക്കുക. ഈ ഭാഗങ്ങളെല്ലാം ശിരസ് സത്യലോകം അല്ലെങ്കിൽ ബ്രഹ്മലോകം, അവിടെയാണ് ത്രിമൂർത്തികളുടെ വാസസ്ഥാനം. ബ്രഹ്മലോകത്ത് ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരുടെ. അതുപോലെ തന്നെ 4ാം ശ്ലോകത്തിലേക്ക് കടന്നപ്പോൾ ബ്രഹ്മരന്ധ്രപദം വേദങ്ങളാണെന്ന് പറഞ്ഞു. തലമുടി കറുത്ത കാർമേഘങ്ങളും പുരികക്കൊടികൾ ബ്രഹ്മാവിൻ്റെ വസതി, അതായത് ദ്രുഹിണസ്യ ഗേഹം. കൺപോളകൾ രാത്രിയും പകലുമാണെന്ന് പറഞ്ഞു. നേത്രങ്ങളാകട്ടെ സൂര്യനാണെന്നും പറഞ്ഞു. ഇനി 5ാം ശ്ലോകത്തിലേക്ക് കടന്നപ്പോൾ കടാക്ഷങ്ങൾ, അവിടെ ആ നോട്ടം സൃഷ്ടികൾ നടത്തുന്നു. ഭഗവാൻ ഒന്ന് കണ്ണ് തുറന്ന് ഒന്ന് പതുക്കെ നോക്കുമ്പോഴേക്കും ചെറിയ ചെറിയ സൃഷ്ടികൾ നടക്കുകയാണ്. അതുകൊണ്ട് കടാക്ഷങ്ങൾ സൃഷ്ടികളാകുന്നു. ചെവികൾ ദിക്കുകളും നാസാദ്വാരങ്ങൾ അശ്വിനീ ദേവകളും. ആ ഭഗവാന്റെ മേൽചുണ്ടും കീഴ്ചുണ്ടും ലോഭവും ലജ്ജയുമാകുന്നു. പല്ലുകളോ ഭംഗിയുള്ള നക്ഷത്രജാലങ്ങളാകുന്നു. ദംഷ്ട്രങ്ങൾ യമദേവനാകുന്നു. 6ാമത്തെ ശ്ലോകത്തിലേക്ക് വന്നപ്പോൾ ഭഗവാന്റെ ആ കള്ളപ്പുഞ്ചിരി ലീലാസ്മിതം മായ ആകുന്നു, മായാശക്തി. ശ്വാസോച്ഛ്വാസമാകട്ടെ
കാറ്റാകുന്നു, അതിനെ പ്രാണനായിട്ട് വിചാരിക്കുക. അതുപോലെ ജിഹ്വ ജലം, നാക്ക് വെള്ളം, വാക്ക് പറവകൾ, ശകുന്ത പങ്ക്തികൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്വരഗണം സിദ്ധാദികൾ, വായ അഗ്നിദേവൻ, കൈകൾ ദേവന്മാരും, സ്തനദ്വയം ധർമ്മദേവനുമാകുന്നു. ഇനി 7ാമത്തെ ശ്ലോകത്തിൽ പുറം അധർമ്മമാണ്, പൃഷ്ടന്ധ്വധർമ്മം. ഇനി മനസ് സുധാംശു, അതായത് ചന്ദ്രനാകുന്നു. ഹൃദയാംബുജം അവ്യക്തമാണ്. അതെന്തുകൊണ്ടാണെന്നാൽ ത്രിഗുണങ്ങളുടെ സാമ്യാവസ്ഥ, സത്വരജസ് തമോ ഗുണങ്ങളുടെ സാമ്യാവസ്ഥ കാരണം ഹൃദയം അവ്യക്തമാണെന്ന് പറഞ്ഞു അല്ലേ. ഉദരം സമുദ്രങ്ങളും വസനം 2 സന്ധ്യകളും. വസനം വസ്ത്രമാണ്, ഭഗവാൻ ധരിക്കുന്ന വസ്ത്രങ്ങൾ. ശേഫം എന്ന് പറഞ്ഞാൽ ജനനേന്ദ്രിയം എന്നാണ് ഞാൻ പറഞ്ഞത്. അത് പ്രജാപതി, അതായത് ബ്രഹ്മാവാണ്. വൃഷണവും എന്ന് പറഞ്ഞാൽ വൃഷണങ്ങൾ മിത്രനുമാകുന്നു. അപ്പം അടുത്തത് 8ാമത്തെ ശ്ലോകത്തിൽ ശ്രോണിസ്ഥലം എന്ന് പറഞ്ഞാൽ അരക്കെട്ടിൻ്റെ പിൻഭാഗം, മൃഗഗണങ്ങളാണ്, മൃഗങ്ങളുടെ കൂട്ടം. കാൽ നഖങ്ങളാകട്ടെ ശക്തിയുള്ള മൃഗങ്ങളായ ആന, ഒട്ടകം, കുതിര ഇവകളാകുന്നു. അങ്ങയുടെ സഞ്ചാരം, അതായത് ഈ വിരാട് പുരുഷ സഞ്ചാരത്തിനെയാണ് കാലം എന്ന് പറഞ്ഞിരിക്കുന്നത്. ദിവസങ്ങൾ, നിമിഷങ്ങൾ, അതുപോലെ തന്നെ ദിവസങ്ങൾ, വർഷങ്ങൾ, മാസങ്ങൾ, ആഴ്ചകൾ ഇതെല്ലാം ഉണ്ടാകുന്നത് അങ്ങയുടെ ഗമനം തുകാലം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മുഖവും കൈകളും, അതായത് മുഖത്ത് നിന്നും ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രൻ, ഈ 4 വിപ്രാതിവർണ ഭവനം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. മുഖവും കൈകളും, മുഖത്ത് നിന്ന് ബ്രാഹ്മണരുണ്ടായി, കൈകളിൽ നിന്ന് ക്ഷത്രിയരുണ്ടായി, തുടകളിൽ നിന്ന് വൈശ്യരും, പാദങ്ങളിൽ നിന്ന് ശൂദ്രരും ഉണ്ടായി. അങ്ങനെയാണ് ചതുർവർണം, അങ്ങനെയാണ് വർണ്ണവ്യവസ്ഥ തന്നെ ഉണ്ടായതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവിടുന്ന് ഇനി 9ാമത്തെ, ഇത്രയുമാണ് വിരാട് പുരുഷൻ്റെ 8ാമത്തെ ശ്ലോകം വരെയുള്ള വർണ്ണന. 9ാമത്തെ ശ്ലോകത്തിലേക്ക് കടന്നപ്പോൾ അവിടുത്തെ പ്രവൃത്തികൾ, കർമ്മങ്ങൾ സംസാരചക്രമാകുന്നു. കാലചക്രം തിരിക്കുന്നത് അവിടുത്തെ വ്യാപാരങ്ങളാകുന്നു എന്ന് പറഞ്ഞു. അവിടുത്തെ പരാക്രമത്തെ അസുരഗണങ്ങളാകുന്നു. അസ്ഥികൾ പർവ്വതങ്ങളാകുന്നു. നാഡികൾ പുഴകളുടെ കൂട്ടമാകുന്നു. രോമങ്ങൾ മരങ്ങളാകുന്നു എന്ന് പറഞ്ഞു. ഇങ്ങനെ എപ്രകാരമാണെന്ന് വിവരിക്കാനാവാത്ത, അതായത് അവിടുത്തെ രൂപത്തെ നിർവചിക്കാൻ പറ്റില്ലെന്നാണ് പറഞ്ഞത്. അവിടുത്തെ ആ വിരാട് രൂപത്തിനെ നമിച്ചുകൊണ്ടാണ് ആ ദശകം അവസാനിച്ചത്. ഇനി നമുക്കറിയാം, നാഡികൾ, അസ്ഥികൾ, പർവ്വതങ്ങൾ, പുഴകൾ, രോമങ്ങൾ, മരങ്ങൾ, ഈ പ്രകൃതി സ്നേഹമൊക്കെ ഉണ്ടാകുന്നത് ഇങ്ങനെയാണ്. മരം വെട്ടാൻ ചെല്ലുമ്പോൾ നമുക്ക് തോന്നണം ഇത് വിരാട് പുരുഷൻ്റെ രോമങ്ങളാകുന്നു. പുഴയിൽ മാലിന്യം വലിച്ചെറിയുന്നവർ വിചാരിക്കണം, എന്ത് വിചാരിക്കണം? ഇത് വിരാട് പുരുഷൻ്റെ, അതായത് ഭഗവാന്റെ രക്തധമനികളാണ്. അതിൽ മാലിന്യം കലർത്താൻ പാടുണ്ടോ? ഇല്ല. അങ്ങനെ നമ്മളെപ്പോഴും ഈ രൂപം മനസ്സിൽ ധ്യാനിക്കണം. ഓരോരോ അംശത്തിൽ, ഭഗവാന്റെ ഓരോരോ അംശത്തിലും എന്തെല്ലാം സ്ഥിതി ചെയ്യുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമുക്കിനി അടുത്ത 7ാം ദശകത്തിലെ 1ാമത്തെ ശ്ലോകം നോക്കാം. എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു. എല്ലാവരും ശ്രദ്ധയോടെ കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അഥ ദശകം 7, ബ്രഹ്മാവിൻ്റെ തപസ്സും വൈകുണ്ഠ ദർശനവും. ഇത് ശാർദൂല ക്രീഡിതം വൃത്തത്തിലാണ് എഴുതിയിരിക്കുന്നത്. ഏവം ദേവചതുർദശാത്മക ജഗദ്രൂപേണ ജാതഃ പുനഃ തസ്യോർധ്വം ഖലു സത്യലോകനിലയേ ജാതോസി ധാതാ സ്വയം യം ശംസന്തി ഹിരണ്യഗർഭമഖിലത്രൈലോക്യജീവാത്മകം യോ ഭൂസ്ഫീതരജോ വികാരവികസന്നാസാ നാനാസൃക്ഷാരസഃ യോ ഭൂസ്ഫീതരജോ വികാരവികസന്നാനാസൃക്ഷാരസഃ ഏവം ദേവചതുർദശാത്മക ജഗദ്രൂപേണ ജാതഃ പുനഃ തസ്യോർധ്വം ഖലു സത്യലോകനിലയേ ജാതോസി ധാതാ സ്വയം യം ശംസന്തി ഹിരണ്യഗർഭമഖിലത്രൈലോക്യജീവാത്മകം യോ ഭൂസ്ഫീതരജോ വികാരവികസന്നാനാസൃക്ഷാരസഃ. നമുക്ക് വാക്കുകൾ നോക്കാം. ദേവ ഏവം ചതുർദശാത്മക ജഗദ്രൂപേണ ജാതഃ ത്വം പുനഃ സ്വയം തസ്യ ഊർധ്വം ഖലു സത്യലോകനിലയേ ധാതാ ജാതഃ അസി യം അഖിലത്രൈലോക്യജീവാത്മകം ഹിരണ്യഗർഭം ശംസന്തി യഹ സ്ഫീതരജോ വികാരവികസന്നാനാസൃക്ഷാരസഃ അഭൂത്. ഇനി നമുക്ക് നോക്കാം. ഈ ദേവ എന്ന് വിളിച്ച് പറഞ്ഞിരിക്കുകയാണ്.
ദേവ ദേവ ഈ ദേവ ശബ്ദം കൊണ്ട് ഉദ്ദേശിക്കുന്ന ആ സംബോധന കൊണ്ട് ഉദ്ദേശിക്കുന്ന ഇവിടെ ആ ഭഗവാനിൽ ആ ദേവനിൽ സത്വരജസ് തമോ ഗുണങ്ങൾ, ആ വിരാട് പുരുഷൻ ആ സത്വരജസ് തമോ ഗുണങ്ങളോടുകൂടിയ ആ 3 ഗുണങ്ങളോടും കൂടിയ ആ വിരാട് പുരുഷൻ എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ സത്വരജസ് എന്നീ 2 ഗുണങ്ങളോട് കൂടിയതാണ് ബ്രഹ്മാവ്. ആ ബ്രഹ്മാവായും സങ്കല്പിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ സത്വഗുണം മാത്രമുള്ള സാക്ഷാൽ വൈകുണ്ഠനാഥൻ ആ വിഷ്ണു എന്നും, അതുപോലെ തന്നെ നിർഗുണ ബ്രഹ്മമായി ക്രീഡിക്കുന്ന ഭഗവാനെ എന്നും അർത്ഥമാക്കിയിരിക്കുകയാണ്. ഒന്നുകൂടെ ശ്രദ്ധിക്കുക. ആ ശബ്ദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് സത്വം, രജസ്, തമസ് എന്നീ 3 ഗുണങ്ങളോട് കൂടിയ വിരാട് പുരുഷൻ എന്ന് അർത്ഥമാക്കുന്നു. ഇനി സത്വഗുണവും രജോ ഗുണവും ഈ 2 ഗുണങ്ങളോടും കൂടിയ ബ്രഹ്മാവായിട്ട് സങ്കല്പിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ സത്വഗുണം മാത്രമുള്ള സാക്ഷാൽ വൈകുണ്ഠനാഥനായ വിഷ്ണു എന്നും എന്ന് അർത്ഥമാക്കിയിരിക്കുന്നു. വൈകുണ്ഠനാഥൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇവിടെ ബ്രഹ്മമായി ക്രീഡിക്കുന്ന, അതായത് കളിച്ചുകൊണ്ടിരിക്കുന്ന, എല്ലാം ലീലയാണെന്ന് വിചാരിക്കുന്ന, ലീലാഭാവത്തിലെടുക്കുന്ന ഭഗവാനെ എന്നാണ് അർത്ഥം. ഈ ദേവൻ ദിവ് എന്ന ധാതുവിൽ നിന്നാണ് ഈ ദേവനുണ്ടായത്, ദേവൻ ശബ്ദം ഉണ്ടായത്. അതുപോലെ തന്നെ ഈ ദിവ് എന്ന ധാതു ശബ്ദത്തിന് ക്രീഡ അല്ലെങ്കിൽ ലീല, കളി എന്നർത്ഥം. ഇനി നമ്മുടെ ശരീരത്തിലെ പ്രധാന ഭാഗം എന്ന് പറയുന്നാൽ അത് ശിരസ്, ജീവൻ ശിരസിലാണല്ലോ നമ്മൾ സങ്കല്പിക്കുന്നത്. അതുപോലെ വിരാട് പുരുഷൻ്റെ ജീവസ്ഥാനം എന്ന് പറഞ്ഞിരിക്കുന്നത് സത്യലോകമാണ് അല്ലേ. ബ്രഹ്മാവ് അവിടെ നിന്നാണ് പ്രത്യക്ഷപ്പെടുന്നത് ഈ ശ്ലോകത്തിൽ. ഇവിടെ ഏവം ചതുർദശാത്മക ജഗദ്രൂപേണ ജാതഃ എന്ന് പറഞ്ഞാൽ 14 ലോകങ്ങളും കൂടി ചേർന്നതാണ് ഈ വിരാട് പുരുഷൻ അല്ലേ. അവിടുത്തെ ആ വിരാട് രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട അവിടുന്ന് പുനഃ സ്വയം തസ്യ ഊർധ്വം എന്ന് പറഞ്ഞാൽ ഭഗവാൻ അതിൻ്റെ മുകളിൽ, അതായത് പുനഃ വീണ്ടും, സ്വയം ഈ 14 ലോകങ്ങളുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട അവിടുന്ന് ഭഗവാൻ വീണ്ടും സ്വന്തം ഇച്ഛയാൽ അതിൻ്റെ മുകളിൽ എന്ന് പറഞ്ഞാൽ ഈ 14 ലോകങ്ങളുടെയും മുകളിൽ തന്നെ സത്യലോകം ഇരിക്കുന്നത്, അതായത് ബ്രഹ്മലോകം അല്ലെങ്കിൽ സത്യലോകം ഇരിക്കുന്നത് ഈ വിരാട് പുരുഷൻ്റെ ശിരസിലാണെന്ന് നമ്മൾ പറഞ്ഞു. ആ സത്യലോകത്തിൻ്റെ സ്ഥാനത്ത് ബ്രഹ്മാവായിട്ട് സ്വയം പ്രത്യക്ഷപ്പെട്ടു സ്വന്തം ഇച്ഛയാൽ. ഈ ഭഗവാൻ തന്നെ സ്വന്തം ഇഷ്ടപ്രകാരം ഈ സത്യലോകസ്ഥാനത്ത്, അതായത് ഈ വിരാട് പുരുഷൻ്റെ ശിരസിൽ സൃഷ്ടികർത്താവായി, അതായത് ബ്രഹ്മാവായിട്ട് ഖലു സത്യലോക നിലയേ ധാതാ ജാതഃ അസി, സൃഷ്ടികർത്താവായ ബ്രഹ്മാവായിട്ട് പ്രത്യക്ഷപ്പെട്ടു. ധാത എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ്, ജാതഃ ജാതനായി പ്രത്യക്ഷപ്പെട്ടു, ഉണ്ടായി എന്നർത്ഥം. യം അഖിലത്രൈലോക്യ ജീവാത്മകം ഹിരണ്യഗർഭം ശംസന്തി. അഖിലത്രൈലോക്യം എന്ന് പറഞ്ഞാൽ ഈ 14 ലോകങ്ങളെയും ആ നടുവിലുള്ള ഭൂലോകത്തിനെ ഒന്നായിട്ട് കണക്കാക്കി. ബാക്കി താഴോട്ടുള്ള അധോലോകങ്ങളെല്ലാം പാതാളവും, ഊർധ്വലോകങ്ങൾ എന്ന് പറഞ്ഞാൽ മേൽപോട്ടുള്ള ലോകങ്ങളെല്ലാം, അതുപോലെ തന്നെ ഊർധ്വലോകങ്ങൾ. അപ്പോൾ അത് സ്വർഗം, പാതാളം, ഭൂമി, ഇങ്ങനെയാണല്ലോ 3 ലോകം. അതുപോലെ ഇപ്പോൾ ഈ ഭൂമി മാത്രം ഒറ്റ ലോകമായിട്ട്, ബാക്കി അധോലോകങ്ങളെല്ലാം പാതാളമായിട്ടും ഊർധ്വലോകങ്ങളെല്ലാം സ്വർഗമായിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് ത്രൈലോക്യം എന്നും ഗണിച്ചിരിക്കുന്നത്. ഈ ത്രൈലോക്യം അഖില ത്രൈലോക്യ ജീവാത്മകം. ഇനി ആ ബ്രഹ്മാവിനെ സൃഷ്ടികർത്താവായിട്ട് സത്യലോകസ്ഥാനത്ത്, അതായത് ശിരസിൻ്റെ സ്ഥാനത്ത് പ്രത്യക്ഷപ്പെട്ട ഈ ഭഗവാനെ, ആ ബ്രഹ്മാവിനെ 3 ലോകവും ചേർന്ന വിരാട് പുരുഷൻ്റെ ജീവാത്മാവായ ഹിരണ്യഗർഭം, അതായത് ഹിരണ്യഗർഭം എന്ന് പറഞ്ഞു. ഹിരണ്യം എന്ന് പറഞ്ഞാൽ ബ്രഹ്മാണ്ടം എന്നാണ് ഇവിടെ അർത്ഥമാക്കിയിരിക്കുന്നത്. ശംസന്തി എന്ന് പറഞ്ഞാൽ വാഴ്ത്തപ്പെടുന്നു, പുകഴ്ത്തപ്പെടുന്നു എന്നാണ് അർത്ഥം. അപ്പോൾ ഈ ജീവാത്മാവായ ഈ ഹിരണ്യഗർഭൻ എന്ന്, അതായത് ബ്രഹ്മാവാണ്, പക്ഷേ ഭഗവാന്റെ തന്നെ രൂപമാണ്, ഭഗവാന്റെ തന്നെ അവതാരമാണ്, പക്ഷേ ഹിരണ്യഗർഭൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ വിരാട് പുരുഷൻ ത്രിഗുണാത്മകനാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇവിടെ ഹിരണ്യഗർഭൻ എന്ന പേരിൽ ബ്രഹ്മാവായിട്ട് ഈ ഭഗവാൻ തന്നെയാണ് വന്നിരിക്കുന്നത്. നമുക്ക് അത് 6ാമത്തെ ദശകത്തിൽ നമ്മൾ 5ാമത്തെ ശ്ലോകത്തിൽ നമ്മൾ പഠിച്ചു. അത് അല്ലേ, ഓർമ്മയുണ്ടാവുമല്ലോ. അതായത് നിശേഷ വിശ്വരചന ച കടാക്ഷമോക്ഷ കർണോ ദിശോശ്യുഗളം തവ നാസികേ ദ്വേ
ലോഭത്രപേ ച ഭഗവന്നധരോത്തരോഷ്ടോ താരാഗണാശ്ച ദശനാഹ ശമനശ്ച ദംഷ്ട്ര. ഇത് 5ാമത്തെ ശ്ലോകം. ഈ 4ാമത്തെ ശ്ലോകത്തിൽ ഛന്ദാംസി കേശവഘനാസ്തവകേശപാശാഹ ത്വദ്ബ്രഹ്മരന്ധ്രപദമീശ്വര വിശ്വഗന്ധ ഉല്ലാസി ജില്ലിയുകളം രുഹിണസ്യ ഗേഹം എന്ന് പറഞ്ഞല്ലോ. ഉല്ലാസി ജില്ലിയുകളം രുഹിണസ്യ, അത് ബ്രഹ്മാവിൻ്റെ ഗേഹം എന്ന് പറഞ്ഞിരിക്കുന്നത് ഉല്ലാസി, ആ ചില്ലി യുഗങ്ങളാണ് അവിടെ. അപ്പോൾ ആ 6ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞത് തന്നെയാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിരിക്കുന്നത്. അതായത് 14 ലോകങ്ങളുടെ രൂപത്തിലാണ് ഭഗവാൻ വിരാട് പുരുഷ രൂപത്തിൽ വന്നത്. ആ 14 ലോകങ്ങളിൽ ഏറ്റവും മുകളിലായിട്ടുള്ളതാണ് സത്യലോകം. അതായത് ആ സത്യലോകത്തിൽ അല്ലെങ്കിൽ ബ്രഹ്മലോകത്തിൽ ഓരോ ദേവനും പ്രത്യേകം ആവാസ വ്യവസ്ഥയുണ്ട്, ഓരോ സ്ഥാനം കൊടുത്തിട്ടുണ്ട്. ആദ്യം സത്യലോകത്തിൽ ആദ്യം ബ്രഹ്മാവിനാണ്, സൃഷ്ടികർത്താവായ ബ്രഹ്മാവിന്, പിന്നെ വിഷ്ണുവിന്, പിന്നെ ശിവന്. ആ സ്ഥലത്തിനും പേരുണ്ടല്ലേ. വിഷ്ണുവിൻ്റെ ലോകമല്ലേ വൈകുണ്ഠം എന്ന് നമ്മൾ പറയുന്നത് അല്ലേ. ശിവന് കൊടുത്തിരിക്കുന്നത് കൈലാസം. അപ്പോൾ ഹേ ഗുരുവായൂരപ്പ, അങ്ങ് തന്നെയാണ് ബ്രഹ്മം എന്ന് പറഞ്ഞിരിക്കുകയാണ്. അവിടെ നിന്ന് ധാത എന്ന വാക്കിൻ്റെ അർത്ഥം ധരിക്കുന്നവൻ എന്നാണ്. വിധാത എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവായി സൃഷ്ടിക്കുന്നവൻ, ധരിക്കുന്നവൻ മഹാവിഷ്ണു. വിധാത സൃഷ്ടിക്കുന്നവൻ. അവിടുന്ന് എല്ലാത്തിലും മുകളിലുള്ള സത്യലോകത്തിൽ ജാതനായിരിക്കുന്നു. ധാതാ സ്വയം ധരിക്കുന്നവനായ അങ്ങ്. ഈ 14 ലോകങ്ങളെയും ധരിക്കുന്നവനായ വിരാട് പുരുഷനായ അങ്ങ് യം ശംസന്തി പുകഴ്ത്തപ്പെടുന്നു. എന്താണ് പുകഴ്ത്തപ്പെടുന്നത്? ഹിരണ്യഗർഭൻ എന്ന് പുകഴ്ത്തപ്പെട്ടു. ആ ബ്രഹ്മാവിനെ, അങ്ങനെ സത്യലോകത്തിൽ ജാതനായ ആ ബ്രഹ്മാവിനെ ഹിരണ്യഗർഭനെന്ന്, അതൊന്ന് പ്രത്യേകം ഓർക്കണം. വിരാട് പുരുഷൻ്റെ ജീവാത്മാവായിട്ടാണ് വരുന്നത് ഹിരണ്യഗർഭനെന്ന്. 3 ലോകങ്ങളും കൂടി ചേർന്ന വിരാട് പുരുഷൻ്റെ ജീവാത്മാവായ ഹിരണ്യഗർഭൻ എന്നാണ് യം ശംസന്തി എന്ന് പറയപ്പെടുന്നു. ഹിരണ്യം എന്ന് പറഞ്ഞാൽ ലോകം കേട്ടോ. സ്വർണം പോലെ തിളങ്ങുന്നതാണ് എന്നാണ്. ഹിരൺമയം നമ്മൾ നേരത്തെ പഠിച്ചു അല്ലേ. ജഗത്, സ്വർണം പോലെ തിളങ്ങുന്ന ജഗത്ത്. അത് ആ ത്രൈലോക്യ ജീവാത്മകം, അഖില ത്രൈലോക്യ ജീവാത്മകം, ആ എല്ലാ ലോകത്തിൻ്റെയും ജീവാത്മാവായിട്ടുള്ള ഈ ബ്രഹ്മം എന്ന ഗുരുവായൂരപ്പൻ ബ്രഹ്മാവായി ഹിരണ്യഗർഭൻ എന്ന പേരിൽ സത്യലോകത്തിൽ ജനിക്കുന്നു. യോ ഭൂത് സ്ഫീതരജോ വികാര വികസന്നാനാ സസൃക്ഷാരസ. സ്ഫീതം എന്ന് പറഞ്ഞാൽ വർദ്ധിച്ച, രജോ വികാരം, അതായത് രജോ ഗുണം കൂടുതലുള്ളത് കൊണ്ട് എന്ത് സംഭവിച്ചു? നാനാ സുസൃക്ഷാരസഹ എന്ന് പറഞ്ഞാൽ സൃഷ്ടി നടത്തുന്നതിനുള്ള രസത്തോടുകൂടി, അതായത് ഉത്സാഹത്തോടുകൂടി, വളരെ ഉത്കടമായ ആഗ്രഹത്തോടുകൂടി. അത് എന്തുകൊണ്ടാണ് അങ്ങനെ സൃഷ്ടി നടത്തണമെന്ന് ആഗ്രഹം വന്നത്? ആ രജോ ഗുണം കൂടുതലുള്ളത് കൊണ്ടാണ് സൃഷ്ടി നടത്തണമെന്ന് ആഗ്രഹം വന്നത്. പലതരം നാനാ സുസൃക്ഷാരസ, പലതരം സൃഷ്ടി നടത്താനാണ് ആഗ്രഹിച്ചത്, നാനാ വിധത്തിലുള്ള. ഇവിടെ ഈ രജോ ഗുണം വർദ്ധിച്ചതിനാലാണ് സൃഷ്ടി വാസന കൂടി വന്നത്. വാസന എന്ന് പറഞ്ഞാൽ താല്പര്യമാണ്, സൃഷ്ടി നടത്താനുള്ള താല്പര്യം കൂടി വന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ സത്വഗുണം വർദ്ധിച്ചാൽ ജ്ഞാനം വർദ്ധിക്കുമെന്നാണ് പറയുന്നത്. രജോ ഗുണം വർദ്ധിച്ചാൽ സൃഷ്ടിക്കുള്ള വാസന കൂടുമെന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ തമോ ഗുണം എന്നാൽ അജ്ഞാനമയമാണ്, അതും പറഞ്ഞിട്ടുണ്ട് നേരത്തെ അല്ലേ. അജ്ഞാനമയമാണ്, അത് കേവല ജ്ഞാനമാണ്, ഒന്നും ചെയ്യില്ല, നിഷ്ക്രിയത്വമാണ് അവിടെ കൂടുതൽ. ഇവിടെ രജോ ഗുണം കൂടിയതിനാൽ ബ്രഹ്മാവിന് സൃഷ്ടി നടത്തണമെന്ന് ആഗ്രഹമുണ്ടായി. അതും ഭഗവാനാണ് സ്വയം ഇങ്ങനെ ആഗ്രഹമുണ്ടായി അല്ലേ. അതുകൊണ്ടാണ് സത്യലോകത്ത് നിന്ന് ബ്രഹ്മാവിൻ്റെ രൂപത്തിൽ വിരാട് പുരുഷൻ്റെ ശിരസിൻ്റെ സ്ഥാനത്ത് നിന്ന് ഇങ്ങനെ ഇറങ്ങി, അതായത് പ്രത്യക്ഷപ്പെട്ടത്. ബ്രഹ്മാവായിട്ട് പ്രത്യക്ഷപ്പെട്ടു. ആ ബ്രഹ്മാവിനെ എന്ത് വിളിച്ചു? 3 ലോകങ്ങളിൽ കൂടി യം ശംസന്തി ഹിരണ്യഗർഭം എന്ന് പറഞ്ഞ ഹിരണ്യഗർഭനെന്ന്, ഹിരണ്യഗർഭം അഖില ത്രൈലോക്യ ജീവാത്മകം, 3 ലോകത്തിലുമുള്ള ജീവാത്മാവായ ഹിരണ്യഗർഭനെന്ന് ഈ 3 ത്രൈലോക്യങ്ങൾ ഉള്ളവരും വിളിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഈ വിരാട് പുരുഷൻ്റെ ജീവസ്ഥാനം വഹിക്കുന്ന ആ ശിരസിൽ നിന്ന്, അവിടെയാണ് സത്യലോകം. ശിരസിലാണ്, വിരാട് പുരുഷൻ്റെ ശിരസിലാണ് സത്യലോകം ഇരിക്കുന്നത് അല്ലേ. ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെടുന്നത് ആ സത്യലോകത്ത് നിന്നാണ്. എല്ലാ ജീവജാലങ്ങളുടെയും ആ അഖണ്ഡ സമഷ്ടി രൂപനാണ് ബ്രഹ്മാവ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം സൃഷ്ടി നടത്തുന്നത് ബ്രഹ്മാവ് തന്നെയാണ്. ഈ
14 ലോകങ്ങളെ തന്നെയാണ് ത്രൈലോക്യമെന്ന് പറഞ്ഞിരിക്കുന്നത്. കീഴിലുള്ള 7 ലോകവും പാതാളം, മുകളിലുള്ള 6 ലോകവും സ്വർഗം, നടുവിലുള്ള ലോകം ഭൂമി. ഇങ്ങനെയാണ് ത്രൈലോക്യത്തെ വിഭാവനം ചെയ്തിരിക്കുന്നത്. ഇനി സത്വഗുണം വർദ്ധിച്ചാൽ ജ്ഞാനം വർദ്ധിക്കും, രജോ ഗുണം വർദ്ധിച്ചാൽ സൃഷ്ടിവാസന കൂടും, തമോ ഗുണം എന്ന് പറഞ്ഞാൽ അത് അജ്ഞാന സ്വരൂപമാണ്, അതായത് അറിവില്ലായ്മയാണ്, അന്ധകാരമാണ്. രജോ ഗുണ പ്രാധാന്യം വർദ്ധിച്ചതുകൊണ്ട് ഇവിടെ ബ്രഹ്മാവിന് സൃഷ്ടിക്ക് താല്പര്യമുണ്ടായി, ഉത്സാഹം വർദ്ധിച്ചു, അല്ലെങ്കിൽ ഭഗവാൻ പ്രേരിപ്പിച്ചു എന്ന് ആണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ ശ്ലോകം തൊട്ട് അടുത്ത വീഡിയോയിൽ പറയാം. ഇത്രയും മതി. ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.